സുജിത്തിന്റെ വിഷയം ഉണ്ടാവുന്നതിന് മുമ്പും ഈ ഉരുട്ടിക്കൊലകൾ ഉണ്ടായിട്ടുണ്ട്. നെടുങ്കണ്ടത്തുണ്ടായിട്ടുണ്ട്, വാരാപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ ഉരുട്ടിക്കൊല കേസുകളിൽ ഉൾപ്പെടെ പലരും പ്രതി ചേർക്കപ്പെട്ടാലും അവരെ സസ്പെൻഡ് ചെയ്താലും അറസ്റ്റിലായാലും അവരെ സർവീസിൽ തിരിച്ചെടുക്കുന്നു. അതിന് നേതൃത്വം കൊടുത്തു. ഇപ്പോൾ വാരാപ്പുഴയിലെ കേസ് നോക്കുക. വാരാപ്പുഴയിൽ ടൈഗർ ഫോഴ്സ് എന്ന നിയമവിരുദ്ധ സംഘത്തെ ഉണ്ടാക്കി റൂറൽ എസ് പി. ആ നിയമവിരുദ്ധ സംഘത്തെ ഉണ്ടാക്കി ആ റൂറൽ എസ് പിയെ IG ആക്കി പ്രൊമോഷൻ കൊടുത്തു ഈ സർക്കാർ. അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് വിരമിക്കാനും പറ്റി. ഇത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ നയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ, അതല്ല ഈ ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ സ്ട്രക്ചറലായ കുറേ പ്രശ്നങ്ങളാണോ? കാരണം മുൻ സർക്കാരുകളുടെ കാലത്തും ഇതൊക്കെ നടക്കുന്നുണ്ട്. അജിംസെ, അത് നിങ്ങൾ പറഞ്ഞത് നന്നായി. എറണാകുളത്തെ റൂറൽ പോലീസ് സൂപ്രണ്ടായിരുന്ന AV ജോർജാണ് ഈ സംഭവത്തിന് ഉത്തരവാദിയായിട്ടുള്ളത്. അദ്ദേഹം എറണാകുളത്ത് റൂറൽ SP ആയിരിക്കുമ്പോൾ അന്നത്തെ CPMൻ്റെ സെക്രട്ടറി ശ്രീ P. രാജീവ് SP വിളിച്ചിട്ട് പറയുന്നു, വരാപ്പുഴ സ്റ്റേഷനിൽ ഒരു ശ്രീജിത്ത് ഉണ്ട്, SR ശ്രീജിത്ത്, അയാളെ കസ്റ്റഡിയിൽ എടുക്കണം, വേണ്ട തരത്തിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ടൈഗർ ഫോഴ്സ് AV ജോർജിൻ്റെ കീഴിൽ അനധികൃതമായിട്ട് ആഭ്യന്തര വകുപ്പിന് അറിയാം, പക്ഷേ നിയമവിരുദ്ധവുമാണ്. ആ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് അവർ, അല്ലെങ്കിൽ പോലീസ് ഫോഴ്സിൽ ഏതാനും പേർ വരാപ്പുഴ സ്റ്റേഷൻ പരിസരത്ത് ചെല്ലുകയും SR അജിത് എന്ന് രഞ്ജിത്ത് എന്ന് പേരായ ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും മൃഗീയമായി പീഡിപ്പിച്ച് കൊല്ലുകയുമാണ് ഉണ്ടായത്. നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ അത് അന്വേഷിക്കുവാൻ വേണ്ടി ശ്രീജിത്തിനെ ചുമതലപ്പെടുത്തി. ശ്രീജിത്ത് എന്ന് പറഞ്ഞ നമുക്കറിയാം, വേറൊരു കേസിനകത്ത്, പയ്യന്നൂർ ഭാഗത്ത് ഒരു കേസിനകത്ത് ഇതേമാതിരി തന്നെയുള്ള ഇരട്ട റോൾ അഭിനയിച്ച ഒരാളാണ്. അയാൾ പറഞ്ഞു, ഇതിനകത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ അയാൾ പറഞ്ഞു അവർ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞു, അവരെ വെറുതെ വിട്ടു. ഒരു അന്വേഷണം പോലും നടന്നില്ല. ഈ AV ജോർജിനെ കോഴിക്കോട് കമ്മീഷനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുകയും IPS കൺഫർ ചെയ്യുകയും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ IG റാങ്കിൽ നിന്ന് അയാൾ റിട്ടയർ ചെയ്തു. കേരളത്തിൽ 932 ക്രിമിനൽസ് ഉണ്ട് പോലീസ് സേനയിൽ. അതിൽ 24 പേര് IPSകാരാണ്, ഹാർഡ് കോർ ക്രിമിനൽസ്. ഇത് അസംബ്ലിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 58,000 പോലീസുകാരുള്ള കേരളത്തിൽ 932 പേരെ ഈ രൂപത്തിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ 24 പേർ ഇവരെ മോണിറ്റർ ചെയ്യേണ്ട, ഈ പറയുന്ന CPOമാരുടെയും SIമാരുടെയും CIമാരുടെയും പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യേണ്ട, റെഗുലേറ്റ് ചെയ്യേണ്ട, കൺട്രോൾ ചെയ്യേണ്ട 24 IPS ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ഹാർഡ് കോർ ക്രിമിനൽസ് ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ 2020-ലാണ് സുപ്രീം കോടതി പറഞ്ഞത് എല്ലാ പോലീസ് സ്റ്റേഷൻ, ഇന്ത്യയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഇതേപോലെ CCTV ഇൻസ്റ്റാൾ ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? 564 പോലീസ് സ്റ്റേഷനുകളിൽ, മിക്ക പോലീസ് സ്റ്റേഷനുകളിലും CCTV കേടായിരിക്കും. ബസ്സിൽ ടിക്കറ്റ് കൊടുക്കാതിരിക്കാൻ കണ്ടക്ടർ പറയുന്നത് മെഷീൻ കേടാണ്, ബാറ്ററി തീർന്നുപോയി എന്ന് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനുകളിലുള്ള ഈ CCTV കേടായിപ്പോയി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യും. അത് മോണിറ്റർ ചെയ്യുവാൻ ഈ IPSകാർ, 172 IPSകാരുണ്ട് കേരളത്തിൽ. കേരളത്തിൽ ആകെ ആവശ്യമുള്ളത് ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ആവശ്യമുള്ളത് വെറും 50 അല്ലെങ്കിൽ 52 IPSകാരാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ 172 IPSകാരും അവരുടെ സന്നാഹങ്ങളും ഇവരെ മുഴുവൻ മോണിറ്റർ ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം ഉറക്കത്തിലാണ്. നമുക്കറിയാം, പല IPSകാരും ഈ പറയുന്ന രൂപത്തിൽ വാഹനത്തിൽ നടക്കുക, എയർ കണ്ടീഷൻ ചെയ്ത വാഹനത്തിൽ നടക്കുക, സ്വർണ്ണക്കടകളിൽ പോയി സ്വർണം വാങ്ങുക, അതിന് പൈസ കൊടുക്കാതെ ഞാൻ പോലീസുകാരനാണെന്ന് പറയുക, പട്ടിയെ വളർത്തുക, പട്ടിയെ വളർത്തി അതിനുള്ള പൈസയും കൂടി സർക്കാർ ചെലവഴിക്കുക, എന്നിട്ട് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവരെല്ലാം വലിയ വലിയ തസ്തികകളിൽ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തസ്തികയിലേക്ക് വരുന്നു. ഇവിടെ എനിക്ക് പറയാനുള്ള ജിംസെ, ജനാധിപത്യ ബോധം എന്ന് പറയുന്ന ഒരു ബോധം നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിനുണ്ടാവണം. കാരണം അവരാണ് പോലീസിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ പോലീസിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ജനാധിപത്യം, ഇപ്പോൾ റെജീജ് ലൂക്കോസ് ഉണ്ടല്ലോ, അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നാണ് പറയുന്നത്. എവിടെയാണ് ഇടതുപക്ഷം, എവിടെയാണ് ജനാധിപത്യം എന്നുള്ളത്? ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റും, ഇടതുപക്ഷം അവിടെ നിൽക്കട്ടെ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ബോധം ഉണ്ടാവണം.
നമ്മൾ അധിവസിക്കുന്നത് കേരളത്തിലാണ്, ക്യൂബയിലല്ല, ചൈനയിലല്ല, കൊറിയയിലല്ല, നോർത്ത് കൊറിയയിലല്ല. അപ്പോൾ ഇവിടെ ജനങ്ങളുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് അഡ്മിനിസ്ട്രേഷൻ, ആ അഡ്മിനിസ്ട്രേഷനാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് IPSകാർ ഇത്രയധികം പേരൊന്നും വേണ്ട.